അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നമുക്ക് എങ്ങനെ എഡിറ്റിംഗ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാൻ നോക്കാം. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് ഉപയോഗിച്ചിട്ടാണ്. ക്യാപ്കട്ട് ടെംപ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്കട്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാനായിട്ട് ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഈ വീഡിയോ ലാസ്റ്റ് എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം കാണുന്ന ഈ വെബ്സൈറ്റിലൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ വെബ്സൈറ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെംപ്ലേറ്റിലൂടെ കാണാൻ സാധിക്കും. ഈ ടെംപ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ടും യൂസ് ടെംപ്ലേറ്റ് ക്യാപ്കട്ട് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലോട്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ക്യാപ്കട്ടിലേക്ക് നമുക്കൊരു VPN കണക്ട് ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ ക്യാപ്കട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് VPN കണക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് VPN കണക്ട് ചെയ്ത് എങ്ങനെയാണ് റെഡിയാക്കി ഒക്കെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണാനായിട്ട് ലിങ്ക് വീഡിയോ താഴെയും അതുപോലെ തന്നെ ഈ വീഡിയോ ലാസ്റ്റ് എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇതുപോലെ വരുന്നതായിരിക്കും. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് യൂസ് ടെംപ്ലേറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് 2 സിംഗിൾ ഫോട്ടോയും ഒരു കപ്പിൾ ഫോട്ടോയും നമുക്ക് വന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് കപ്പിൾ ഫോട്ടോയും ഫസ്റ്റ് 2 സിംഗിൾ ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഞാനിവിടെ 3 ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗാലറിയിൽ നിന്ന് 2 സിംഗിൾ ഫോട്ടോ ഒരു കപ്പിൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെ കാണുന്ന പ്രിവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. വീഡിയോ എനിക്ക് ഇത് പ്രിവ്യൂടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ഇവിടെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് എക്സ്പോർട്ട് എന്ന് കാണാൻ സാധിക്കും. വാട്ടർമാർക്ക് ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വാട്ടർമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എക്സ്പോർട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് എക്സ്പോർട്ട് വിത്തൗട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ വീഡിയോയുടെ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ എക്സ്പോർട്ട് ആക്കിയിട്ടുണ്ട്. ഞാനൊരു വാട്ടർമാർക്ക് ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ഞാൻ ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗാലറി സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.